നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചതിനുള്ള ആദരവ് നൽകൽ ചടങ്ങ് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊക്ലി ലോക ഭൂപടത്തിൽ അറിയപ്പെടാൻ പോകുന്നത് ജനകീയ മുന്നേറ്റത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നാടെന്ന നിലയിലാണെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ദേശീയ അംഗീകാരം ലഭിച്ച ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആദരവ് നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇച്ഛാശക്തിയോടൊരു പ്രദേശത്ത് ജനങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കും എന്ന് തെളിയിച്ചതാണ് ചൊക്ലിയിലെ കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ കോളേജ്. വീണ്ടും ഇച്ഛാശക്തിയോടുകൂടി പുറപ്പെട്ടാൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ലോകോത്തര നിലവാരത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് തെളിയിച്ച നാടാണ് ചൊക്ലി. ചൊക്ലി ലോകഭൂപടത്തിൽ അറിയപ്പെടാൻ പോകുന്നത് ജനകീയ മൂവ്മെന്റിലൂടെ വികസന പ്രവർത്തനം നടപ്പിലാക്കി എന്ന കേളിയോടുകൂടിയാണ്. ചൊക്ലി അറിയപ്പെടാൻ പോകുന്നത് അങ്ങനെ ജനകീയ മൂവ്മെന്റുകൾ എങ്ങനെ വികസനത്തിൽ ഭാഗവാക്കാവാം, ജനകീയ മൂവ്മെന്റുകളെ എങ്ങനെ വികസനത്തിൽ കണ്ണി ചേർക്കാം, ആ കാര്യത്തിൽ ഒരു മോഡലായി പ്രവർത്തിച്ച നാടാണ് ചൊക്ലി. നിങ്ങൾക്ക് എല്ലാ കാലത്തും അഭിമാനിക്കാം. രാഷ്ട്രീയം ഉള്ള ആൾക്കാരെല്ലാവരും നല്ല രാഷ്ട്രീയക്കുള്ള ആളാണ്. ഇടതും വലതും മദ്യവും എല്ലാം ആളാണ് ഈ നാട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരെയും യോജിപ്പിച്ചു നിർത്താൻ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറിന് സാധിച്ചു. അത് അമൃതയാണ് തുടങ്ങിയതെങ്കിൽ തുടർന്ന് വന്ന നീതുവിനും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മക്കൾക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ഉമ്മയുടെ ഒരു അമ്മയുടെ രണ്ട് മക്കൾ തന്നെ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളാകുന്ന നാടാണിത്. അവിടെയാണ് വ്യത്യസ്ത ആശയഗതിക്കാരെ യോജിപ്പിച്ച് നിർത്തി ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടേക്കുള്ള പോക്കിന് നേതൃത്വമായ പങ്കുവഹിപ്പിക്കാൻ അമൃതയ്ക്ക് സാധിച്ചു. ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം 91.6% മാർക്ക് നേടിയാണ് ദേശീയ അംഗീകാരത്തിലേക്ക് എത്തിച്ചേർന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP, അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ, ഫിസിയോതെറാപ്പി യൂണിറ്റ് എന്നിവയുമുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗനിർണയം, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ കൃത്യമായി നടപ്പിലാക്കുന്നു. വീടുകളിൽ നേരിട്ട് സന്ദർശനം നടത്തി മികച്ച പരിചരണവും മരുന്ന് വിതരണവും ഉറപ്പാക്കുന്ന സംവിധാനവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് അധ്യക്ഷത വഹിച്ചു. ഒരു പ്രദേശത്തെ ഒരു സർക്കാർ സ്ഥാപനം എങ്ങനെ ജനസൗഹൃദമാക്കണം എന്ന ഒരു ആലോചന നടത്തി വികസനത്തിന് രാഷ്ട്രീയത്തിന്റെ മുഖം നൽകാതെ ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ഒരു ജനകീയ കമ്മിറ്റി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വലിയ നിലയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആർദ്രം മിഷന്റെ ഭാഗമായി തീരുമാനിച്ചപ്പോൾ 62 ലക്ഷം രൂപയാണ് ജനകീയ സമാഹരണത്തിൽ കൂടി ആശുപത്രി വികസന ഫണ്ട് എന്ന നിലയിൽ തന്നെ അതിനൊരു ജനകീയ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചു. 2018 ശേഷം അതിന്റെ ജനകീയ കമ്മിറ്റിയുടെ ചെയർമാനായി നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് VK രാഗേഷിന്റെ നേതൃത്വത്തിൽ പവിത്രൻ മാസ്റ്റർ അതിന്റെ ട്രഷററായി പ്രവർത്തിച്ച് ആ കാലത്ത് ഇതിന്റെ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ അമൃതകല ഡോക്ടറുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ ഈ ആശുപത്രിയെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ പറ്റുന്നവരിൽ നിന്ന് ചെറിയ തുകയും അതുപോലെ തന്നെ വലിയ തുകയും ആവശ്യമായ സ്പോൺസർഷിപ്പ് ഒക്കെ കണ്ടെത്തുന്നതിനു വേണ്ടി മാതൃകാപരമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ഈ നിലയിൽ നമ്മുടെ സ്ഥാപനം മാറി വന്നിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് KM സപ്ന, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KTK പ്രദീപൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയചന്ദ്രൻ, മുൻ ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, ജില്ലാ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ CP വിജോയ്, ചൊക്ലി FHC മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃതകല, ഡോക്ടർ M നീതു, ജനകീയ കമ്മിറ്റി ചെയർമാൻ VK രാജേഷ്, ജനകീയ കമ്മിറ്റി ട്രഷറർ പവിത്രൻ മാസ്റ്റർ V പുരുഷു എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, പനൂർ.